ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വർക്കലയിൽ നിന്നും മൂകാംബികയിലേക്കുള്ളൊരു യാത്രയാണ്. അപ്പോൾ നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്. ഉച്ചയ്ക്ക് 3:30 ട്രിവാൻഡ്രം ചെന്നൈ മെയിൽ എക്സ്പ്രസ്സിൽ കയറി ആലുവയിൽ ഇറങ്ങി അവിടെ നിന്നും ഓഗ എക്സ്പ്രസ് വഴി മൂകാംബിക ബൈന്ദൂർ റോഡ് അവിടെ സ്റ്റോപ്പുണ്ട്. അപ്പോൾ അവിടെ രാവിലെ 7 മണിക്ക് എത്തിച്ചേരുന്ന രീതിയിലാണ് നമ്മുടെ യാത്ര പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട്. കൃത്യസമയത്ത് തന്നെ ചെന്നൈ എക്സ്പ്രസ് എത്തിയിട്ടുണ്ട്. ഇവിടെ 2 പേർക്ക് നമുക്ക് സ്ലീപ്പർ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്, 2 പേർക്ക് സ്പോട്ടിൽ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുകയാണ്. അപ്പോൾ അബിക്കുട്ടൻ മേൽ ബർത്തിൽ കയറി കിടക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഫാമിലിയുണ്ട്. അപ്പോൾ നമ്മുടെ അബിക്കുട്ടനെ കാമായിട്ട് നിർത്താൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കാണ് ബലൂൺ. അവൻ്റെ വീക്ക്നെസ്സാണ് ബലൂൺ. അപ്പോൾ ബലൂൺ ഉണ്ടെങ്കിൽ ആശാനെ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ കഴിയും. ബലൂണിൽ വെള്ളം നിറച്ചത് പൊട്ടിക്കുക എന്നുള്ളതാണ് ഇഷ്ട വിനോദം. അപ്പോൾ നമ്മൾ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് എറണാകുളം ഓഗ എക്സ്പ്രസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി നല്ല ബാത്റൂം ഒക്കെയാണ് ഓഗ എക്സ്പ്രസ്സിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു പ്രീമിയം ട്രെയിൻ തന്നെയാണെന്ന് പറയാം. നല്ല വൃത്തിയും നല്ല സ്പീഡും ഒക്കെ ഉള്ളൊരു ട്രെയിൻ തന്നെയാണിത്. അപ്പോൾ നമ്മൾ രാവിലെ 7 മണിക്ക് തന്നെ ബൈന്ദൂർ മൂകാംബിക റോഡ് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമ്മൾ എങ്ങനെ പോകുമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മൾ ബസ്സിൽ പോകാമെന്നാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ നമുക്ക് ലഗേജ് കുറച്ചുള്ളത് കൊണ്ട് നമുക്കതും കൊണ്ട് നടക്കുന്നതും അബിക്കുട്ടിനെ കൊണ്ട് നടക്കുന്നതും കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടി ആയതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നൊരു ഓട്ടോയിൽ പോകാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതിനടുത്ത് തന്നെ നമുക്ക് ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ നിന്നും ഡയറക്റ്റ് നമുക്ക് മൂകാംബിക ക്ഷേത്രത്തിലേക്ക് ബസ് ഓരോ മണിക്കൂർ ഇടവിട്ടും അരമണിക്കൂർ ഇടവിട്ടും ഒക്കെ നമുക്ക് ബസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ട്രെയിൻ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിനി സ്റ്റേഷനിലേക്ക് പോകും. ഒരു കുഞ്ഞ് സ്റ്റേഷനാണ്, സിംഗിൾ ലൈൻ മാത്രമേ അവിടെ ഉള്ളൂ. എന്നിരുന്നാലും മൂകാംബികയിലേക്ക് പോകുന്നതിന് വേണ്ടി ഏറ്റവും നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് ബൈന്ദൂർ മൂകാംബിക റോഡ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് മൂകാംബിക ക്ഷേത്രത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ഷെയർ ടാക്സി അവൈലബിൾ ആയിരിക്കും. ഇവിടെ വന്ന് ഇറങ്ങുന്ന ഒട്ടുമിക്കവരും ക്ഷേത്രത്തിലേക്ക് പോകുന്നവർ തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തായിട്ട് ഒരുപാട് ടാക്സി ഫെസിലിറ്റീസ് അവൈലബിൾ ആയിരിക്കും. അതേപോലെ റിക്ഷ സർവീസ് ഉണ്ട്, ഓട്ടോറിക്ഷകളുണ്ട്, പിന്നെ ഷെയർ ടാക്സി ഉണ്ട്. പിന്നെ കുറച്ച് 1 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ബസ്സിൻ്റെ ഫെസിലിറ്റീസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി, അമ്മയുണ്ട്, അബിക്കുട്ടൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അവിടെ അത്യാവശ്യം കുഞ്ഞ് റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ പോലും ഒട്ടുമിക്ക ട്രെയിനുകൾക്കും സ്റ്റോപ്പ് ഇവിടെ ഉണ്ട്. കൂടാതെ വെയിറ്റിംഗ് റൂംസും ഉണ്ട്. ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് വെയിറ്റിംഗ് റൂംസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ചെറിയ സ്റ്റേഷനാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ, എന്നാലും നമുക്കതിൻ്റെ സൗകര്യങ്ങൾ ഓക്കെയാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സൗകര്യങ്ങൾ തന്നെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ തന്നെയാണിത്. അതേപോലെ ഇവിടെ സ്റ്റോപ്പുള്ള ട്രെയിനുകളുടെ വിവരങ്ങളാണിത്. വെളിയിലുള്ള കുറച്ച് കാഴ്ചകളാണ്. നല്ല മനോഹരമായൊരു നല്ല സൈലൻ്റ് ആംബിയൻസ് ആണ്. ഇവിടെ ഒരുപാട് ഓട്ടോയും അതേപോലെ തന്നെ ടാക്സി സർവീസും നമുക്ക് കിട്ടും. പിന്നെ അതേപോലെ തന്നെ കുറച്ച് നമ്മളൊരു 1/2 കിലോമീറ്ററോളം നടക്കുകയാണെങ്കിൽ നമുക്ക് ബസ് സ്റ്റാൻഡ് ഇവിടെ അടുത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. നല്ല ക്ലീൻ ആൻഡ് നീറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണിത്. നല്ലൊരു മാതൃക റെയിൽവേ സ്റ്റേഷനാണെന്ന് നമുക്ക് പറയാം. സിംഗിൾ ലൈനാണ് ഉള്ളെങ്കിലും, സിംഗിൾ ട്രാക്കാണ് ഉള്ളെങ്കിലും അത്യാവശ്യം നല്ല ഭൂപ്രകൃതിയും നല്ല പ്രകൃതി രമണീയമായൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണിത്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി നമ്മൾ മൂകാംബികയിലേക്കുള്ള പോകുന്ന യാത്രയാണ്. നമ്മൾ അവിടെ നിന്നൊരു ഓട്ടോയെ നമുക്ക് പിക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ 4 പേരും കൂടി ഓട്ടോയിലാണ് വന്നത്. അതേപോലെ ഷെയർ ഓട്ടോ നമുക്ക് അവൈലബിൾ ആണ് ഇവിടെ. ഷെയർ ടാക്സിയും നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണിത്. ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 28 കിലോമീറ്റർ ഉണ്ട് നമുക്ക് മൂകാംബിക ദേവി ക്ഷേത്രത്തിലേക്ക് പോകുന്നതിനായിട്ട്. പിന്നെ നമ്മൾ മംഗലൂരു റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങുന്നതെങ്കിൽ അവിടെ നിന്ന് ഏകദേശം 151 കിലോമീറ്ററിനടുത്ത് ദൂരമുണ്ട് നമുക്ക് മൂകാംബിക ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി. ഏകദേശം 2 മണിക്കൂറും 50 മിനിറ്റും ഏകദേശം 3 മണിക്കൂറോളം സമയം നമുക്ക് മംഗളൂരിൽ നിന്നാണെങ്കിൽ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിന് സമയമെടുക്കും. അതേപോലെ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇവിടുത്തെ ഓട്ടോക്കാരൊക്കെ നല്ല ബിഹേവിയറാണ്. നമ്മൾ വന്നിറങ്ങുന്ന പാസഞ്ചേഴ്സിൻ്റെ അവിടെ ആയാലും അതേപോലെ അമ്പലത്തിലേക്ക് പോകുന്ന ആൾക്കാരുടെ ആയാലും ഒക്കെ നല്ല രീതിയിലാണ് അവരുടെ ബിഹേവിയർ. അപ്പോൾ
ഇത് അവിടുത്തെ ഹൈവേ ആണ്, NH ആണ്. ഈ NHലൂടെ ഏകദേശം 28 കിലോമീറ്റർ നമ്മൾ പോകേണ്ടതായിട്ടുണ്ട് മൂകാംബിക ക്ഷേത്രത്തിലേക്ക്. അപ്പോൾ യാത്രയാണ്, നമ്മൾ ഓട്ടോയിലാണ്. അപ്പോൾ ശരി, ഇനി അവിടെ എത്തിയിട്ടുള്ള വീഡിയോസ് കാണാം. പോകുന്ന ഇടയിൽ കുറച്ച് കാടുകൾ നമ്മൾ താണ്ടുന്നുണ്ട്, കുറച്ച് ഫോറസ്റ്റുകളുണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് നല്ല രീതിയിലുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കും. കാടിൻ്റെ ഭംഗിയും അതുകൊണ്ട് ആസ്വദിച്ച് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഏറെ നേരമായി കാത്തിരുന്ന മൂകാംബികമ്മയുടെ ആർച്ച്, അതായത് ക്ഷേത്രത്തിലേക്ക് കിടക്കുന്ന കവാടം നമ്മൾ കാണുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് ഏകദേശം കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ മൂകാംബിക ക്ഷേത്രത്തിലേക്ക്. അങ്ങനെ ഇനി നമുക്ക് താമസിക്കാനുള്ളൊരു സൗകര്യം നോക്കണം. അപ്പോൾ നമ്മുടെ ഓട്ടോ ചേട്ടൻ തന്നെ നമ്മളെന്നെ ഹെൽപ്പ് ചെയ്ത് നല്ലൊരു സ്ഥലത്തുണ്ട് അക്കോമഡേഷൻ ഒരുക്കി തന്നു. മയൂര ഗസ്റ്റ് ഹൗസിലാണ് നമുക്ക് അക്കോമഡേഷൻ ശരിയായത്. മൂകാംബിക ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ലോഡ്ജ് ഉള്ളത്. അപ്പോൾ 4 പേർക്കും കൂടി നിൽക്കാൻ പറ്റുന്ന ഒരു സ്പേസിന് 1000 രൂപയാണ് ഒരു ദിവസത്തെ വാടക. അപ്പോൾ ആസ് യൂഷ്വൽ അബിക്കുട്ടൻ ബോറടിക്കുന്ന സമയത്ത് നമ്മൾ ഓരോ ബലൂൺ എടുത്ത് കൊടുക്കും. അപ്പോൾ അത് പൊട്ടിച്ചാണ് പുള്ളിക്കാരൻ ബോറടി മാറ്റുന്നത്. അപ്പോൾ നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു 10 രൂപയുടെ ബലൂൺ മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതും കൊണ്ട് ആശാൻ അങ്ങ് ഇരുന്നോളും. ഇത്തിരി വെള്ളം നിറച്ച് അത് പൊട്ടിച്ച് ആശാൻ ഹാപ്പി ആയിട്ടിരുന്നോളും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഈ ഉച്ചയ്ക്ക് ഇത് ലഞ്ചും കഴിച്ചിട്ട് വൈകിട്ട് 3 മണിക്കുള്ളതാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായിട്ട് പോകാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ വൈകിട്ട് 3 മണി തൊട്ട് ഒരു 5 മണി വരെയാണ് നമുക്ക് ക്ഷേത്രത്തിൽ ദേവിയെ കണ്ട് നല്ല രീതിയിൽ തിരക്കില്ലാതെ തിക്കും തിരക്കും ഇല്ലാതെ നമുക്ക് പ്രാർത്ഥിക്കാൻ സൗകര്യം ഉണ്ടാവുക. അപ്പോൾ ആ സമയമാണ് നമ്മൾ ചൂസ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ 3 മണി സമയമായിട്ടുണ്ട്. നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ്. കൊല്ലൂർ പോലീസ് സ്റ്റേഷൻ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണുള്ളത്. ഇപ്പോൾ നമ്മൾ ക്ഷേത്രത്തിലേക്ക് കടക്കുകയാണ്. വേ ടു ശ്രീ മൂകാംബിക ടെമ്പിൾ എന്നുള്ള ബോർഡൊക്കെ ഉണ്ട്. നമ്മൾ ചൂസ് ചെയ്ത സമയം 3 മണി ആയതിനാൽ ഈ സമയത്ത് അധികം റഷില്ല. അഥവാ റഷുള്ള സമയമാണെങ്കിൽ ഇവിടെ നിന്ന് ക്യൂ തുടങ്ങുന്നതാണ്. അപ്പം നമ്മൾ ഇപ്പോൾ വന്നതുകൊണ്ട് ഈ സമയമായതുകൊണ്ട് നമുക്ക് അധികം ക്യൂവിൽ നിൽക്കേണ്ടി വന്നില്ല. ഇവിടെ ചെരുപ്പ് സൂക്ഷിക്കുന്ന ഒരു ചെരുപ്പിന് 5 രൂപ എന്നുള്ള നിരക്കാണ്. എത്ര ചെരുപ്പുണ്ടോ, ഒരുപാട് ചെരുപ്പുണ്ടെങ്കിൽ മാക്സിമം 20 രൂപ, അങ്ങനെയാണ് ഇവിടുത്തെ റേറ്റ്. നമ്മൾ മൂകാംബിക അമ്മയുടെ ദർശനത്തിനായിട്ട് പോവുകയാണ്. നമ്മൾ മൂകാംബിക അമ്മ ദർശനത്തിലേക്ക് പോവുകയാണ്. അഭി ഇങ്ങോട്ട് നോക്കിയാണ്. നീ നോക്കിയില്ല? അഭി നോക്കിയില്ല. ഹായ് അച്ചാമ്മേൻ്റെ അച്ചാമ്മ ഹായ് ഹായ് അച്ചാമ്മ ഹായ്. അച്ചാച്ചൻ പോകുന്നു. ചാണകമുണ്ട്. പോകുമ്പോൾ വെച്ചിട്ട് കൊടുത്തോളേ, ഇതാക്കി തിരിച്ചു തരാം. അതിലെ കൂടെ അങ്ങനെ അവിടെ ആളില്ലല്ലേ. ആളുണ്ടെങ്കിൽ അങ്ങനെ കയറാൻ സമ്മതിക്കില്ല. ഇങ്ങോട്ട് നോക്കാം. അങ്ങനെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ഇത് സരസ്വതി മണ്ഡപമാണ്. ഇത് ദേവിയുടെ തേരാണ്, രഥം. പിന്നെ ഇതാണ് ക്ഷേത്രം. അങ്ങനെ ക്ഷേത്രത്തിലെ കുറച്ച് കാഴ്ചകൾ കാണിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ പുഷ്പങ്ങളൊക്കെ മേടിച്ച് ദേവിക്ക് സമർപ്പിച്ചു.
വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്, നമുക്ക് വിദ്യാരംഭ ചടങ്ങ്. അപ്പോൾ തലേ ദിവസം നമ്മൾ 3 മണിക്ക് വന്ന് അമ്മയെ കണ്ട് നന്നായി തൊഴുത് പ്രാർത്ഥിച്ചു. രാത്രി വന്ന് അന്നദാനം കഴിച്ചു, അന്നപ്രസാദം കഴിച്ചു. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് നല്ല റഷ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വിദ്യാരംഭ ചടങ്ങ് ഒന്ന് തന്നെയാണ്. അത് കഴിഞ്ഞ് നമുക്ക് അമ്മയെ ദർശിക്കാൻ കഴിയുമെങ്കിൽ കയറി തൊഴുവാമെന്ന് വിചാരിച്ച്, ഇല്ലെങ്കിൽ മനസ്സിൽ തൊഴുത് കൊണ്ട് ഇറങ്ങാമെന്നാണ് വിചാരിച്ചുകൊണ്ട് നമ്മൾ ക്ഷേത്രത്തിലേക്ക് കിടക്കുകയാണ്. 6 മണിക്ക് തന്നെ വിദ്യാരംഭം തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളും പെട്ടെന്ന് വന്ന് ചടങ്ങിൽ പങ്കെടുത്തു. അപ്പോൾ ആവിക്കുട്ടൻ നമുക്ക് നേരെ മുണ്ടൊന്നും കൊടുക്കാനുള്ളൊരു സമയം കിട്ടിയില്ല. അപ്പോൾ ഇത് ചണ്ഡികാ ഹോമമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ റൂം 315 നമ്മുടെ റൂം നമ്പർ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയാണ്, കുറ്റം പറയാനായിട്ടൊന്നുമില്ല. അപ്പോൾ ബജറ്റ് ഫ്രണ്ട്ലി ആഗ്രഹിക്കുന്നവർക്ക് ഈ മയൂര ഗസ്റ്റ് ഹൗസ് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ഫെസിലിറ്റീസും ഒക്കെ തന്നെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ബാത്റൂമിലാണെങ്കിൽ ചൂടുവെള്ളവും അതേപോലെ തന്നെ തണുത്ത വെള്ളവും അവൈലബിൾ ആണ്. അപ്പോൾ നല്ല ബാത്റൂം തന്നെയാണ്, കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ റൂമിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളിവിടെ വരുന്നവർ മയൂര ഗസ്റ്റ് ഹൗസ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്, നല്ലൊരു ചോയ്സ് തന്നെയാണ്. ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ നിന്നാണ് നമ്മൾ ഇനി തിരിച്ച് പൈന്തൂർ മൂകാംബിക റോഡിലേക്കുള്ള യാത്ര. അപ്പോൾ ബസ് സ്റ്റോപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നിന്ന് ഏകദേശം 40 മിനിറ്റ് ബസ് യാത്രയുണ്ട്. പൈന്തൂർ മൂകാംബിക റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേക്കും നമ്മൾ അബിക്കുട്ടൻ ഉറക്കമായിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് മാംഗ്ലൂർ എക്സ്പ്രസ് ഉണ്ട്, അതിൽ നമ്മൾ മാംഗ്ലൂർ ജംഗ്ഷനിൽ ഇറങ്ങണം. അവിടെ നിന്ന് നമ്മൾ മാംഗ്ലൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. അവിടെ നിന്നാണ് വൈകിട്ടാണ് നമ്മുടെ ട്രെയിൻ. മാവേലി എക്സ്പ്രസ് 5:30-ക്കാണ്. അത് കൃത്യം 5 മണിക്ക് രാവിലെ വർക്കല റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തും. അപ്പോൾ അതാണ് നമ്മുടെ യാത്ര. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.